ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേരളത്തിന്റെ പാരമ്പര്യവും ആഘോഷ വൈഭവവും നിറഞ്ഞ തിമിർത്തോണം എന്ന ഓണാഘോഷ പരിപാടി ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ഐമാക് കൊച്ചിൻ കലാഭവൻ അങ്കമാലിയിൽ അരങ്ങേറുന്നു. ആഘോഷത്തിന്റെ വിവിധ നിറങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ വിവിധ കലാപരിപാടികൾ, കുട്ടികൾക്കായുള്ള മത്സരങ്ങൾ, മധുരം എന്നിവ ഉൾപ്പെടെ സമൃദ്ധമായ പരിപാടികൾ അവതരിപ്പിക്കും. സാംസ്കാരിക പരിപാടികളിലൂടെ കേരളത്തിന്റെ പാരമ്പര്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കാനായും സമൂഹത്തിന്റെ സൌഹൃദ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായും ലക്ഷ്യമിടുന്ന തിമിർത്തോണം പ്രാദേശികരായ കലാകാരന്മാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രകടനങ്ങളാൽ സമ്പന്നമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യ ചൈന വിമാന സർവീസ് ഉടൻ പുനരാരംഭിക്കും. മോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ പുരോഗതിയെന്ന വിദേശകാര്യ മന്ത്രാലയം. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നത്തിൽ ധാരണ ആയതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് സമവായമായി. പ്രവർത്തനപരമായ പ്രശ്നങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 2026 ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷീ ജിൻപിങ്ങിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു. വിഷയത്തിൽ ഇന്ത്യയ്ക്ക് ചൈന പിന്തുണ ഉറപ്പു നൽകിയെന്നും വിദേശകാര്യ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യങ്ങളും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. അയ്യപ്പ സംഗമം ശബരിമലയിൽ സർക്കാരിന്റെ പ്രായശ്ചിത്തം, കെ.സി. വേണുഗോപാൽ. ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ സർക്കാരിന്റെ പ്രായശ്ചിത്തമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുവാനില്ല. അയ്യപ്പന്മാരെ ദ്രോഹിച്ച ചരിത്രമാണ് സർക്കാരിനുള്ളത്. ഈശ്വരവിശ്വാസികളായ സംഘടനകൾ പിന്തുണ നൽകുന്നത് സ്വാഭാവികമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ശബരിമലയിൽ കൂടുതൽ സൌകര്യമൊരുക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ എൻഎസ്എസിന് പിന്നാലെ എസ്എൻഡിപിയും പരിപാടിയെ പിന്തുണച്ച് രംഗത്ത് വന്നു. അയ്യപ്പ സംഗമം നല്ലതെന്ന് എസ്എൻഡിപി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നല്ല ഉദ്ദേശത്തോടെയുള്ള പരിപാടിയിൽ രാഷ്ട്രീയം കലർത്തുന്നതിൽ ദേവസ്വം ബോർഡിന് അതൃപ്തി. യുഡിഎഫ് ബിജെപി എതിർപ്പുകൾക്കിടയിലും അയ്യപ്പ സംഗമത്തിനായി ഒരുക്കങ്ങൾ സർക്കാരും ബോർഡും വേഗത്തിലാക്കി. സെപ്റ്റംബർ 20-ന് പമ്പ ത്രിവേണി സംഗമത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തെ ചൊല്ലിയാണ് അഭിപ്രായ ഭിന്നത. ചടങ്ങ് ബഹിഷ്കരിച്ച് യുഡിഎഫും ബിജെപിയും നിലപാട് പ്രഖ്യാപിച്ചുവെങ്കിലും ഭൂരിഭാഗം സമുദായ സംഘടനകളും അയ്യപ്പ സംഗമത്തെ അനുകൂലിക്കുകയാണ്. വിശ്വാസവും ആചാരങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പരിപാടി നടത്തണം എന്നാണ് ശിവഗിരി മഠത്തിന്റെയും നിലപാട്. ശബരിമലയുടെ പ്രാധാന്യം ലോകത്തെ അറിയിക്കുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് ദേവസ്വം ബോർഡും വ്യക്തമാക്കി. ചടങ്ങിലേക്ക് മതസാമുദായിക സംഘടനകളെ ക്ഷണിക്കും. രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനാണ് തീരുമാനം. വന്യജീവി സംഘർഷം, സംസ്ഥാനം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല, മുഖ്യമന്ത്രി. വന്യജീവി സംഘർഷം ലഘൂകരിക്കുവാൻ സംസ്ഥാനം പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചുവെങ്കിലും കേന്ദ്ര സർക്കാർ അതൊന്നും അംഗീകരിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിന്നെ എങ്ങനെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാകും? ഈ വസ്തുത മറച്ചുവച്ചാണ് സംസ്ഥാന സർക്കാരിനുമേൽ കേന്ദ്രം അകാരണമായി കുറ്റം ആരോപിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അപകടകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാനുള്ള നടപടിക്രമങ്ങൾ അതിസങ്കീർണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമത്തിലെ വ്യവസ്ഥകൾ ലഘൂകരിക്കണം എന്നതാണ് ആവശ്യം. എന്നാൽ കേന്ദ്രം അതിന് തയ്യാറാകുന്നില്ല. പിന്നെ എങ്ങനെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഈ വസ്തുത മറച്ചുവച്ചാണ് സംസ്ഥാന സർക്കാരിനുമേൽ കേന്ദ്രം അകാരണമായി കുറ്റം ആരോപിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമേയമാട താരം ഞാനല്ല, കല്യാണി പ്രിയദർശൻ. മലയാള സിനിമയുടെ പെരുമ ഉയർത്തി ചർച്ചയായിരിക്കുന്ന ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത സൂപ്പർ ഹീറോ ചിത്രം വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ നായിക കല്യാണി പ്രിയദർശൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ശ്രദ്ധേയമാകുന്നു. ലോകയുടെ വിജയത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ച സിനിമാ നിരൂപകൻ ശ്രീധർ പിള്ളയ്ക്ക് കല്യാണി പ്രിയദർശന്റെ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ലോക കല്യാണി പ്രിയദർശന് തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയവും ഒപ്പം സൂപ്പർ സ്റ്റാർഡവും സമ്മാനിച്ചു എന്നായിരുന്നു ശ്രീധർ പിള്ളയുടെ താരത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള എക്സ് പോസ്റ്റ്.
എന്നാൽ ഇതിന് മറുപടിയായി ഇത് വായിക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് സർ, പക്ഷേ പ്രമേയം തന്നെയാണ് എല്ലാ കാലവും യഥാർത്ഥ താരം എന്നായിരുന്നു താരത്തിന്റെ മറുപടി. ഉടനെ കല്യാണി പ്രിയദർശനെ അഭിനന്ദിച്ചുകൊണ്ടും ചിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്തും കമന്റിന് താഴെ നിരവധി ആരാധകരെത്തി. ദുൽഖർ സൽമാന്റെ വേഫെറർ ഫിലിംസിന്റെ നിർമ്മാണത്തിലെത്തിയ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് സംവിധായകന്റെ ആദ്യത്തെ ചിത്രത്തിലെ നായികയായ ശാന്തി ബാലചന്ദ്രനാണ്. മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തിനൊപ്പം ഓണം റിലീസായാണ് ലൗക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററുകളിലെത്തിയത്. ഇതിനകം രാജ്യമാകെ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മലയാളത്തിലെ ആദ്യ സൂപ്പർവുമൺ ചിത്രമായ ലൗകയിൽ കല്യാണി പ്രിയദർശനൊപ്പം നസ്ലൈൻ, ചന്തു, സലീം കുമാർ, സാൻഡി മാസ്റ്റർ, അരുൺ കുര്യൻ എന്നിവരും കൂടാതെ ചില സർപ്രൈസ് അതിഥി വേഷങ്ങളുമുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പരാതികളുടെ ആധികാരികത കൂടി പരിശോധിക്കപ്പെടണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളാതെ ഐഷ പോറ്റി. ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളാതെ സിപിഐഎം മുൻ എംഎൽഎ പി ഐഷ പോറ്റി. രാഹുലിനെതിരായ പരാതികളുടെ ആധികാരികത കൂടി പരിശോധിക്കപ്പെടണമെന്ന് ഐഷ പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുലിനെതിരെ പാർട്ടി നടപടി അന്വേഷണത്തിന് ശേഷം വേണമായിരുന്നു. തെളിവുകളുടെ ആധികാരികതയും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഐഷ പോറ്റി പറഞ്ഞു. ഒരാൾ പ്രശ്നം ചെയ്തുവെന്ന് ഒരു സ്ത്രീയാണ് വന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ വെറുതെ പറയുകയല്ലാതെ ഒന്ന് എഴുതി കൊടുക്കണം. വാർത്തയൊക്കെ വന്ന് പ്രശ്നമായപ്പോൾ പാർട്ടി അവരെ സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും മനുഷ്യരെ പറ്റിയായാലും പറയുന്നതിന്റെ ഉള്ളടക്കം സത്യമാണോ എന്ന് നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു, ഐഷ പോറ്റി വ്യക്തമാക്കി. എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എഴുതി കൊടുക്കണം. എന്തിനാണ് അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്? പറയാനുള്ളത് അപ്പോൾ പറഞ്ഞുകൂടെ? പരാതികളിൽ ആധികാരികത അനിവാര്യമാണ്, ഐഷ പോറ്റി വ്യക്തമാക്കി. ഏത് മനുഷ്യർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കെതിരായിട്ടുള്ള ശരിയായ നടപടി വന്നാലേ ഈ സമൂഹം നന്നാവുകയുള്ളൂ. ഒരാളോടും വ്യത്യാസം വേണ്ട. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കർശനമായിട്ട് പറയണം. എല്ലാത്തിനും ഒരു അതിർവരമ്പ് വച്ചാൽ അനാവശ്യമായിട്ടുള്ള ഇത്തരം ചർച്ചകൾ ഒഴിവാക്കാൻ പറ്റും, അവർ വ്യക്തമാക്കി. ശത്രുതയല്ല വേണ്ടത്, വികസനത്തിനുള്ള സഹകരണം. അതിർത്തി തർക്കങ്ങൾ ഇരു രാജ്യങ്ങളെ ബാധിക്കരുത്, ഷീ ജിൻപിങ്. ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാക്കി നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. ശത്രുതയല്ല, വികസനത്തിനുള്ള സഹകരണമാണ് വേണ്ടതെന്നും അതിർത്തി തർക്കങ്ങൾ ഇന്ത്യ ചൈന ബന്ധത്തെ ബാധിക്കരുതെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. സാമ്പത്തിക വികസനത്തിലായിരിക്കണം ഇരു രാജ്യങ്ങളുടെയും ശ്രദ്ധ പുലർത്തേണ്ടത്. വികസന അവസരങ്ങൾ ഒരുക്കുന്നതിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധിച്ചാൽ ബന്ധം മെച്ചപ്പെടുമെന്നും ഷീ ജിൻപിങ് വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.